കടച്ചക്കയും ചെമ്മീനും കൂടിയിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കടച്ചക്ക അന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, അപ്പം ഇന്നത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ചെമ്മീനൊക്കെ വേഗം നന്നാക്കി എടുക്കുന്നുണ്ട്, കടച്ചക്ക ചെറുതാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഇതേ കടച്ചക്ക കഴുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി, വലിയ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേവിക്കാനായിട്ട് അത് അടച്ച് വെച്ചിട്ടുണ്ട്. പുറത്ത് നല്ല മഴക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ട് അതേ വെളിച്ചെണ്ണയിൽ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഒന്ന് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് മൂത്ത് വരുമ്പോൾ 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി അതും കൂടിയിട്ട് നന്നായി മൂപ്പിച്ച് നന്നായി അരച്ചെടുക്കുക, പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. കുറച്ച് പഴുത്ത പുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. കറി നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ ചുവന്നുള്ളി വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് നന്നായി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കുക. കുറേ ചുവന്നുള്ളി എടുത്ത് അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ മുതിരപ്പേര് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു, അതും കൂടി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടായിരുന്നു ഇന്നത്തെ ഉച്ചയ്ക്ക് തൂണ് കേട്ടോ.